ട്രോളിംഗ് നിരോധനം തുടങ്ങുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ തിരിഞ്ഞു നോക്കാതെ സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്നത് വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണെന്നും പലതവണ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടും നടപടിയില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, എന്താണ് അവിടെ തൊഴിലാളികൾക്ക് പറയാനുള്ളത്? വീണ, ഈ കോഴിക്കോട്ടിലുള്ള മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സമയമാണ് ഈ ട്രോളിംഗ് നിരോധനം വരുന്ന ഈ കാലഘട്ടം. ആ സമയത്ത് അവർക്ക് ആശ്വാസകരമാകുന്ന ഒന്നാണ് ഈ സംസ്ഥാന സർക്കാർ നൽകുന്ന ഈ സൗജന്യ റേഷൻ എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ആ സൗജന്യ റേഷൻ കിട്ടുന്നത് വിരലിലെണ്ണാവുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നത്. അതിന് കൃത്യമായൊരു തങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായൊരു രേഖ സർക്കാരിലേക്ക് സമർപ്പിക്കണം. മാത്രമല്ല, ഈ രേഖ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നൂലാമാലകളുണ്ട്. അത് കൃത്യമായി പരിഗണിക്കാനോ അതിൽ വരുന്ന പിഴവുകൾ തിരുത്താനോ സർക്കാരുകൾ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പുകൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പലർക്കും ഈ സൗജന്യ റേഷൻ ലഭിക്കുന്നില്ല എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ അത് കൃത്യമായി തന്നെ മറ്റ് ലഭിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് അത് ഉറപ്പുവരുത്തണമെന്ന് കൂടി ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായി ഇവർ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മറ്റൊന്ന്, ഈ ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമാകേണ്ട ഒന്നാണ് ഈ മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഒരു തുക ഇതിലേക്ക് നിക്ഷേപിക്കും. അതിനുശേഷം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരു തുക ഇതിലേക്ക് നിക്ഷേപിക്കും. ഈ ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ തുക ലഭിക്കും. ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ട്രോളിംഗ് നിരോധനമായിട്ടുള്ള ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ തുക ലഭിക്കുന്നില്ല എന്നതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, അതായത് മുൻ കാലഘട്ടത്തിൽ ഏതെങ്കിലും അതായത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാലെങ്കിലും ഈ തുക ലഭിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറെ കാലതാമസം എടുക്കുമ്പോൾ മാത്രമാണ് ഈ തുക ലഭിക്കുന്നത് എന്നതാണ് വാസ്തവം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതായത് ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പദ്ധതിയിലേക്ക് 1500 രൂപ നിക്ഷേപിച്ചാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അത് 1500 രൂപ സഹിതം ഈ പദ്ധതി പ്രകാരം ഇതിലേക്ക് നിക്ഷേപിക്കണം എന്നതാണ്. അതിനുശേഷം ആ കൂട്ടിയ തുക കൂടി ഈ മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കും. പക്ഷേ എന്തായാലും ഈ സമാന സംഭവം നടന്നു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ 1500 രൂപ, അതായത് മത്സ്യത്തൊഴിലാളികൾ നിക്ഷേപിക്കുന്ന ഈ 1500 രൂപ മാത്രമാണ് ഇവർക്ക് പലപ്പോഴും ലഭിക്കുന്നത്. മറ്റ് തുക സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുകയാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും വറുതിയുടെ കാലത്തിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ കടക്കുന്നത്. ഈ കപ്പൽ അപകടവും അതിനുശേഷം ഉണ്ടായ കാലവർഷവും ഒക്കെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിനും അവരുടെ തൊഴിലിടത്തെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വീണ, തീർച്ചയായും വലിയ വറുതിയിലേക്കാണ് അവർ പോകുന്നത്. ശരി അനഘ.